അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാസ്മീസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാൽ പൊറോട്ടയാണിത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പാൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഈ ഒരു പാൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരാൾക്കുള്ള അളവാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേർക്കുള്ള ഫുഡാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കാം. ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് 6 മീഡിയം സൈസിലുള്ള പൊറോട്ട വരെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ കൂടുതലായിട്ടുള്ളൊരു ടേസ്റ്റ് ഉള്ളത് ഈ ഒരു പാല് ചേർക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ പകുതി പാലും പകുതി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റിന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിവിടെ മൈദ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മൈദ എത്രയാണോ എടുക്കുന്നത് അതേ ഒരളവ് തന്നെ വേണം നമ്മൾ ഇതിലേക്കുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ പാലെടുക്കാനായിട്ട്, വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതേ ഒരളവ് തന്നെ വെള്ളവും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 3/4 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്കിതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മൈദയുടെയും പാലിൻ്റെയും ഒക്കെ മിക്സ് പിടിച്ച് കിടക്കുന്നുണ്ടാകും. അതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഞാനിതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 ഗ്ലാസ് പൊടി എടുക്കുകയാണെങ്കിൽ പോലും ഒരു മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പാൽ പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഒരു 3/4 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദയുടെ മിക്സിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ ബാക്കി വെച്ച ആ ഒരു 1/4 ഗ്ലാസ് പാൽ കൂടെ ഈ ഒരു മിക്സിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസാണ്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടത്. ഒരുപാട് കട്ടിയായി പോയാൽ നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല, അതേപോലെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 3 തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 2 വറ്റൽമുളക് ഉള്ളിലുള്ള കുരു എല്ലാം ഒഴിവാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വറ്റൽമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിന് പകരമായിട്ട് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. കുറച്ചൊരു സ്പൈസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൽ പൊറോട്ട ഒന്ന് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിനി 2 തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു തവി വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ ഇതൊരുപാട് അങ്ങ് ഡ്രൈ ആയിപ്പോവും, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി നമുക്കൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിന് മുമ്പേ കുറച്ചുകൂടെ ഓയിൽ ഈ ഒരു പാൻ്റെ അടിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ പൊറോട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഇതേപോലെ ഓയിൽ എടുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു അടിഭാഗം നല്ല ഗോൾഡൻ കളറായി വരുന്ന വരെയാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായി വരും. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു പാൽ പൊറോട്ടയുടെ അടിഭാഗം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്തോട്ട് കുറച്ചുകൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പത്തിരി ഒന്ന് പൊങ്ങി വരുന്ന ആ ഒരു രീതിയിൽ ഇത് പൊങ്ങി വരില്ലെങ്കിൽ പോലും ചെറുതായിട്ടൊക്കെ ഇത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ല. ഇനി വീണ്ടും ഒരു മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.